ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെന്നൈ വന്നേക്കുവാണ്. ഇപ്പം കറക്റ്റ് കോയമ്പേട് നിൽക്കുക. കോയമ്പേട് മെട്രോയുടെ താഴെ നിൽക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഐശ്വര്യ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അവിടെ വന്ന് അതിനായിട്ട് വേണം എഗ്മോർ മ്യൂസിയത്തിൽ പോകണം. പിന്നെ ഇവിടെ ഒരു നാഷണൽ പാർക്കോ സൂവോ എന്തോ ഉണ്ട്, അവിടെ പോകണം. പിന്നെ മെയിനായിട്ട് നെഹദി മന്തി പോയി മന്തി കഴിക്കണം. ഇത്രയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഒന്നും വാങ്ങി കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ഇനി ബാക്കി അവൾ വന്നിട്ട് കാണിക്കാം. അവൾ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. വിശന്നതിനാൽ പിന്നെ ആരെ നോക്കി നിൽക്കരുത്, അന്നേരം കഴിച്ചോണം. അതുകൊണ്ടൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചങ്ങ് തിന്നു. ഈ ഒരു കട കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ്. അവിടെ വന്നപ്പം കണ്ടതാ. ഈ കടയിൽ ആളില്ല. സ്കാനർ ഇവിടെ ഉണ്ട്. ആളില്ല. ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ട് ഓടാവോ? ഞാൻ എടുത്ത് കൈ വെച്ചിട്ട് കുറേ നേരമായി, ഇതുവരെ ആൾ വന്നില്ല. എന്ത് വിശ്വസിച്ചാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇവിടുത്തെ ആൾക്കാരൊക്കെ അപ്പം നല്ല ആൾക്കാരാന്ന് തോന്നുന്നു. ആരും അങ്ങനെ എടുത്തോണ്ട് ഓടത്തില്ല. കണ്ടോ, ആളില്ലെന്നും പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എടുത്തോണ്ടൊന്നും ഓടിയില്ല കേട്ടോ. ഈ സ്കാനറിൽ പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് എടുത്തത്. 15 മിനിറ്റ് കൊണ്ട് കോയമ്പേട് എത്തുമെന്ന് പറഞ്ഞവള് അരമണിക്കൂറായി. വിളിക്കുമ്പോൾ ഒക്കെ 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ചെന്നൈയിലെ ബ്ലോക്ക് പിന്നെ അറിയാമല്ലോ. പിന്നെ അത് മാത്രമല്ല, അവളെ തന്നെ എല്ലാ കാര്യവും കാര്യപ്രാപ്തിയോടെ ചെയ്യും എന്ന അവളുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ഈ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവിടുന്ന് എഗ്മോർ മ്യൂസിയത്തിലോട്ട് പോകുക. എഗ്മോർ പോകാനുള്ള മെട്രോ ആണ് വരുന്നത്. അപ്പം അതിൽ കയറി നല്ല രസമുണ്ട്. ഈ വീഡിയോ കാണാൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിങ്ങനെ എടുപ്പിച്ചതാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം മെട്രോ വരുന്ന വീഡിയോ എടുക്കണമെന്ന് എനിക്കിഷ്ടപ്പെട്ടു. അത് കണ്ടോ, അതിലിങ്ങനെ നോക്കി കഴിയുമ്പം എപ്പോൾ എത്തും, അടുത്ത സ്റ്റോപ്പ് എവിടാന്നൊക്കെ അറിയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പം ഞാനൊന്ന് വാ തുറന്ന് സംസാരിക്കുന്ന മെട്രോയിൽ അനൗൺസ് ചെയ്യുന്ന ചേച്ചിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ആ ചേച്ചി എന്താ പറയേണ്ടതെന്നുള്ള കറക്റ്റ് വാക്കൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങളിപ്പം നടന്ന് പുറത്തോട്ട് ഇറങ്ങുക. എഗ്മോർ മ്യൂസിയത്തിൽ പോകണമല്ലോ. ഈ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും എൻ്റെ വീഡിയോ ഒന്നും ഒഴിവാക്കാനും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പാട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇട്ട് അതിനെ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മളൊരു ഓട്ടോയില എഗ്മോർ മ്യൂസിയത്തിലോട്ട് പോയത്. ഇതെല്ലാം കാര്യപ്രാപ്തിയോടെ ഊബർ ബുക്ക് ചെയ്തതെല്ലാം ഐശ്വര്യ. അവളെല്ലാ കാര്യവും കാര്യപ്രാപ്തിയോടെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതൊന്നും എനിക്കറിയാവുന്ന പണിയല്ല. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും കിടന്ന് അലയ്ക്കാനും മാത്രമേ എനിക്കറിയൂ. എനിക്ക് വേറെ കഴിവൊന്നും ഇല്ല. എഗ്മോർ മ്യൂസിയത്തിൽ ചെന്നപ്പം അവിടെ ഭയങ്കര തിരക്ക്. ഒരാൾക്ക് 50 രൂപയാണ് അവിടെ ടിക്കറ്റ്. അവിടുത്തെ തിരക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വീഡിയോ എടുക്കുമ്പോൾ അവൾ വന്ന് തലയിട്ട് നോക്കുന്നു. ബാഗിലെ തിരക്ക് കാണിക്കട്ടെ, ആരൊക്കെ അങ്ങോട്ട്. നമ്മളവിടെ നിന്ന് ഉള്ളിലോട്ട് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിനകത്തൂടെ നടന്നു. ഇവിടെ എന്തൊക്കെയോ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല ഏത് സിനിമയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന് ഉള്ളിൽ നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട് ചെന്നൈയിലെ വെയിലറിയാമല്ലോ. പക്ഷെ അത്രയും ചൂടൊന്നും എടുക്കത്തില്ല. മരത്തിൻ്റെ തണലിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ട് എഗ്മോർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയ സമയം പിന്നെ എനിക്ക് പിന്നെ എല്ലാം നല്ല സമയമാണെന്നല്ലോ. അതുകൊണ്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ മിക്കവാറും എല്ലാത്തിലും എന്തൊക്കെയോ പണി നടക്കുമായിരുന്നു. ഇത് 1800 സംതിങ്ങിൽ എന്തോ പണിഞ്ഞ ബിൽഡിംഗ് അല്ലേ. ഇതിനെ വേറൊരു ബിൽഡിംഗ് ആയിട്ട് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഇന്ത്യയിലെ 2nd ഓൾഡസ്റ്റ് മ്യൂസിയമാണ്. അങ്ങോട്ട് ചെന്ന് കയറിയപ്പം തന്നെ ആന്ത്രപ്പോളജി ഗാലറിയോ വേണ്ട, ആ വഴി എന്തായാലും പോത്തില്ല. എന്നിട്ട് ഞങ്ങൾ അതിനുള്ളിലോട്ട് പോയപ്പം ബ്രോൺസിൻ്റെ ആണോ എന്തോ, ബ്രോൺസ് ഗാലറി ആണോ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു ആദ്യം കാണാൻ പോയത്. ഇപ്പം കുറേ നാളായി പോയിട്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അതിനുള്ളിൽ ഒന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കുക. ഇവിടെ എല്ലാത്തിനും ഭയങ്കര പൈസ. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമിൽ ഒതുക്കി. കാരണം ഉച്ചയ്ക്ക് നമുക്ക് മന്തി കഴിക്കണമല്ലോ. അവിടെ അകത്തൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുറത്തെടുത്ത വീഡിയോസൊക്കെ കാണിച്ചു തരാം. കാണാൻ അത്ര അടിപൊളിയൊന്നുമല്ല, കാശിന് കൊള്ളത്തില്ല എൻ്റെ അടുപ്പൊക്കെ ഇങ്ങനെ. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1800 സംതിങ്ങിൽ പണിഞ്ഞ ഒരു മ്യൂസിയമായത്. ഇപ്പോഴും എന്ത് രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ പേര് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് വരും. പക്ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അത്ര കാര്യമായിട്ടൊന്നും ഒരുങ്ങിക്കെട്ടിയൊന്നും പോയിട്ടില്ല ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഈ ചൂടത്തൊക്കെ എങ്ങനെയാ, ചെന്നൈ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇതിനുള്ളിൽ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ മ്യൂസിയത്തിലൊന്നും പോകാൻ ഇഷ്ടമല്ല. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആസ്വദിക്കാനൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടല. പക്ഷേ ഇതിനുള്ളിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ അതിനിടയിൽ കണ്ടോ ഒരു വേണുഗോപാലൻ. അതാരാന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒറ്റ പിന്നെ കാണുന്നതാ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ കുറേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അവിടെ കുറേ ഇങ്ങനെ ബ്രോൺസിൻ്റെ കോയിൻസ്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു.
എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. എനിക്ക് ബാക്കിയുള്ളതൊന്നും അങ്ങോട്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവില്ല. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു, നല്ല ചൂടും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ ഉച്ചയായല്ലോ, ഇനി അപ്പം നെഹദി മന്തിയിലോട്ട് പോകാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് അയാളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അയാൾ അതിനിടയിൽ കൂടെ ഒരു മാതിരി പന്ന പരിപാടി കാണിച്ച്. പിന്നെ അടുത്തത് ബുക്ക് ചെയ്തിട്ട് വേറൊരു നല്ല നല്ലൊരു അണ്ണം വന്നു. നമുക്ക് അവിടെ നിന്ന് അരുമ്പക്കത്തോട്ടാണ് പോകേണ്ടത്, കാരണം അവിടെ നെഹദി മന്തി വരുന്നത്, അവിടെ നിന്നാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എഗ്മോർ സ്റ്റേഷനിലോട്ട് പോയി. പിന്നെയും അവിടുന്ന് മെട്രോ കയറി അരുമ്പക്കാവുന്നിടം വരെ ഇങ്ങനെ വിശന്നിട്ടല്ല, മന്തി കഴിക്കാനുള്ള കൊതി കൊണ്ടിട്ട് വേഗം എത്താൻ വേണ്ടിയിട്ട് നോക്കി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം നെഹദി മന്തി എങ്ങോട്ടായിരുന്നു ഞങ്ങൾ മറന്നുപോയി. ഒരു വട്ടം പോയിട്ടുള്ളത് അവിടെ. പിന്നെ അവിടെ കണ്ടുപിടിച്ച് ചെന്നപ്പം അവിടെ എന്തോ ഒരു തിരക്ക്. നമ്മളുടെ എഴുതുന്ന പേരൊക്കെ എഴുതി വാങ്ങി എത്ര പേരുണ്ടോ അവർക്ക് എപ്പോഴാണോ അവർക്ക് ഇത്രയും പേർക്കും കൂടെ ഉള്ള ടേബിൾ ഒഴിഞ്ഞു വരുന്നത് ആ സമയത്തായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അവിടെ നിന്ന് ഊപ്പാട് വരും. ഞങ്ങൾക്ക് അവസാനം ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ കിട്ടി. പിന്നെ അവിടെ ഇരുന്നിട്ട് ഫുഡ് വരുന്ന എത്ര സമയം ആ ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയെന്നറിയാവോ. ആ ഒറ്റ കാരണം കൊണ്ട് സൂയിൽ പോകണമെന്നുള്ള പ്ലാൻ വരെ ഞങ്ങൾ ഉപേക്ഷിച്ച്. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൂയിൽ പോകുമെന്ന്, അതെല്ലാം മാറ്റി. അവസാനം മന്തി വന്നു. ഇത്ര നേരം കഷ്ടപ്പെട്ട് നിന്നിട്ട് അവസാനം മന്തി കിട്ടിയപ്പം എന്തോ വലിയ സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക്, അതല്ല കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഇത്ര നേരം മെനക്കെട്ട് നിന്ന് ഈ ഒരുപാട് ആക്രാന്തം കാണിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മതിയായി. ഭയങ്കര ആവേശത്തോടെല്ലാം വാങ്ങിയിട്ട് ഇത്ര റൈസ് ബാധിച്ചിരിക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ട് ചിക്കൻ എടുത്തിട്ട് പാർസൽ ചെയ്യുവാണ്. പിന്നെ വയ്യ. പന്ന വിശപ്പില് ആവേശത്തിലും ഒരു ചോക്ലേറ്റ് കുനാഫ പറഞ്ഞു. ഇപ്പം ചോക്ലേറ്റ് കുനാഫ കഴിക്കാൻ പറ്റുന്നില്ല. അതിപ്പം വരൂല. അതെന്തോ എണീറ്റ് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഈ സാധനം നമ്മുടെ മുന്നിലോട്ട് വന്നപ്പം പിന്നെയും കഴിക്കാനുള്ള സ്ഥലമൊക്കെ വയറ്റിൽ എവിടുന്നോ ഉണ്ടായി. അപ്പം നമ്മൾ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തപ്പോഴത്തേക്ക് പാർസലാക്കിയ സാധനം വന്നു. അത് പിന്നെ ഐശ്വര്യക്ക് കൊടുത്തു വിട്ടു. അവൾ എല്ലാ കാര്യങ്ങളും മുൻകൈയോടെ നോക്കി കണ്ടിട്ട് അവൾക്കൊന്നും കൊടുത്തില്ല എന്ന് വേണ്ട. അപ്പം അവൾക്ക് എൻ്റെ വകയായിട്ട് ഞാനങ്ങ് കൊടുത്തു വിട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിനി അടുത്ത പോകാൻ പോകുന്നത് സൂയിൽ പോകുന്നില്ലല്ലോ, അപ്പോൾ അത് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുക. കണ്ടോ ഫ്ലൈറ്റൊക്കെ കണ്ടോ? നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കാണാൻ പോകുക. ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കണ്ടിട്ടും ഇല്ല, ആകാശത്തൂടെ പറക്കുന്നതല്ലാതെ നേരിട്ട് ഇത്ര അടുത്ത് കണ്ടിട്ടും ഇല്ല. എയർപോർട്ടിലിട്ട് പോയിട്ടുമില്ല. എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ആരും അങ്ങനെ പോകുന്ന ആരും ഇല്ല. പിന്നെ ഇതൊക്കെ കണ്ടോ? ഇത് കാണുമ്പോൾ എനിക്ക് മാത്രമാണെന്ന് എന്തോ തോന്നുന്നത്. ഒരു കാലം അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ മറ്റേ കാലം നമ്മളായിട്ട് വെച്ചു കൊടുക്കണമെന്ന്. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അമ്മാതിരി പണിയെല്ലാം അവിടെ നിന്ന് കാണിച്ചു. ഒന്നാമത്തെ കാര്യം എയർപോർട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകുമല്ലയോ. ഞങ്ങൾ മെട്രോയുടെ ആ ഒരു വഴി കൂടെ തന്നെ എയർപോർട്ടിനുള്ളിലോട്ട് കയറിയത്. എനിക്കങ്ങും അറിയാൻ വയ്യ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ വയ്യ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇനി വല്ല പ്രശ്നമുണ്ടോ, പോലീസ് പിടിച്ചോണ്ടോ, ഇറക്കി വിടുവോ, എങ്ങനെ ഇതിനകത്തെ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. നമ്മൾ എയർപോർട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ അങ്ങനെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല, അങ്ങനെ എയർപോർട്ടിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഫ്ലൈറ്റ് മാത്രമല്ല, എയർപോർട്ടിൽ വരാന്നവരൊക്കെ ഭയങ്കര സന്തോഷം. ഐശ്വര്യ, നമ്മളെന്നാ ഫ്ലൈറ്റിലൊക്കെ പോകുന്നേ? എന്ന് അറിയത്തില്ല, എവിടെങ്കിലൊക്കെ പോവാം. ഞങ്ങൾ പിന്നെയും അവിടുന്ന് കുറച്ചുള്ളിലോട്ട് പോയി കേട്ടോ. എന്നിട്ട് ഈ സാധനത്തിലൊക്കെ ഞങ്ങൾ കയറി. ഇതിൽ കൂടെ ഒക്കെ ഇനി ശരിക്കും എവിടെയെങ്കിലും പോകുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റത്തോളോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്നാലും കയറി കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി ഇതേപോലെ ഒരവസരം കിട്ടുമോ, ഇനി എന്തെങ്കിലും ഞങ്ങൾ ശരിക്കും എയർപോർട്ടിൽ പോകുമോ, ശരിക്കും ഫ്ലൈറ്റ് കയറുമോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോയി. പിന്നെ ഇതിനകത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം ദാണ്ട ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഇതുവഴി ആയിരിക്കത്തില്ല. ലാലേട്ടനൊക്കെ എത്ര പ്രാവശ്യം ബിഗ് ബോസിനും അല്ലാതെയൊക്കെ ചെന്നൈയിൽ വന്നിട്ടുള്ളത്. ഞാനത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും ശരിക്കും ലാലേട്ടൻ എത്ര പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലം. എനിക്കെന്തോ ലാലേട്ടനെ ചെന്നൈയിൽ വെച്ച് കണ്ട ശേഷം ചെന്നൈയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ലാലേട്ടൻ വന്നല്ലോ, ലാലേട്ടൻ പോയല്ലോ, ലാലേട്ടനെ കണ്ടല്ലോ എന്നൊറ്റ വിചാരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ആ മാളിനുള്ളിലൊക്കെ കയറി. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിയതൊന്നുമില്ല. കൊള്ളാം,
കണ്ട് അതേപോലെ പുറത്തിറങ്ങി. അവിടെ നിന്ന് നമുക്ക് കോയമ്പേട് പോകണം, കാരണം അവിടെ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. അതിന് വേണ്ടിയിട്ട് പിന്നെ മെട്രോയിൽ കയറി. അന്നേരം ഇങ്ങോട്ട് വരാൻ നേരം നമ്മൾ ഫ്ലൈറ്റ് അത്രയും അടുത്ത് കണ്ടില്ലോ, അതേപോലെ ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇനി അവിടെ ആണോ ഇവിടെ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫ്ലൈറ്റ് നല്ല രീതിക്ക് കണ്ടു. പക്ഷെ അതിൻ്റെ വീഡിയോയിൽ എനിക്ക് എന്നെയും കിട്ടണം ഫ്ലൈറ്റും കിട്ടണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആദ്യം എടുക്കാൻ നോക്കി, കുറച്ച് കിട്ടി, പക്ഷെ ഒട്ടും ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പം കിട്ടിയില്ല. കുളമായി, എൻ്റെ എല്ലാ വീഡിയോയും കുളമായി. എന്നെ ഫ്ലൈറ്റിനെ ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടിയില്ല, നല്ല വിഷമായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റിനെ കാണാൻ പറ്റുന്ന ആ സ്ഥലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഇനി അപ്പം ഞാൻ എന്ന് ചെന്നൈ വരും, എന്തുവാ ഏതാ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഫ്ലൈറ്റിന് എന്നെയും കൂടെ ഒരു വീഡിയോയിൽ കിട്ടിയില്ല, നല്ല വിഷമമുണ്ട്. പോട്ടെ. അവിടുന്ന് പിന്നെ കോയമ്പേട് വന്ന് അടുത്ത പണി ഐശ്വര്യ സേഫായിട്ട് അവിടുന്ന് ശ്രീപെരുമ്പത്തൂരോട്ടുള്ള ബസ്സിൽ കയറ്റി വിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ട് അവളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ അവസാനം വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ചെന്നൈ പോകുമ്പോൾ ഉപകാരപ്പെടുന്ന രീതിക്കുള്ളൊരു വീഡിയോ അല്ല ഇത്. ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം പോയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ സാധനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എടുത്ത് കാണാമല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നല്ല ബോറടിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ ആർക്കും എൻ്റെ അടുത്തൊന്നും തോന്നില്ല. അപ്പം ഓക്കെ, ബൈ.